വെയിലടിക്കുമ്പോൾ നമ്മുടെ ഈ സസ്യങ്ങളുടെ ഇലയ്ക്കൊക്കെ മധുരമാണ്. പിന്നെ അത് മാറി കിട്ടും. ആ, ഒലീഫും ഗ്രോ മാജിക്കും കൊടുക്കാൻ ഡ്രിൽ ചെയ്യുവാണെങ്കിൽ MA സ്പ്രേ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒഴിക്കലാണെങ്കിൽ സ്പ്രേ ചെയ്യുമ്പോൾ മാത്രം MA സ്പ്രേ ആക്കാം. പിന്നെ സ്പ്രേ ചെയ്യുമ്പോൾ ഇപ്പം ശ്രദ്ധിക്കുക, ഈ ഒരു കാലാവസ്ഥയാണെങ്കിൽ കുഴപ്പമില്ല, ഉച്ചയ്ക്ക്. വെയിലാണെങ്കിൽ രാവിലെ വൈകിട്ടേക്ക് ആവും. ചേട്ടാ 1-2 ആൻസർ വീഡിയോയിലാണ്. നിങ്ങൾ കൂടുതൽ ഇത് ആക്ടിങ് ഒന്നും വേണ്ട, സിനിമയൊന്നും അല്ലല്ലോ, ഒറിജിനലായിട്ടുള്ള കാര്യം. ഈ വാഴ നമ്മൾ വെച്ചിട്ടിപ്പോൾ എത്ര നാളായി, എന്തൊക്കെ ഇതാണ് ചെയ്തത്? മെയ് 5-ാം തീയതി വെച്ച വാഴയാണ്. നമ്മൾ ബൂസ്റ്റർ ഇട്ടു, പിന്നെ മറ്റേ പറയണേ ഗ്രോ മാജിക്കും ബൂസ്റ്റർ അല്ല ഒലീഫും അടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം എത്ര നാൾ കഴിഞ്ഞപ്പോഴാണ് ഇതിന് ചെയ്തേ? ഈ പോർഷനിൽ മാത്രമാണ് ഞാൻ ചോദിക്കുന്നത്. 2 മാസം കഴിഞ്ഞപ്പോൾ വെച്ച് 2 മാസം കഴിഞ്ഞപ്പോഴാണ് ഇത് ചെയ്തേക്കുന്നത്. ഇതേപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് 5 മാസം കഴിഞ്ഞ അതിൻ്റെ വളർച്ചയുടെ വ്യത്യാസം, അതും നമ്മുടെ ബെനിച്ചേട്ടൻ്റെ തന്നെ തോട്ടമാണ്. അത് നമുക്കൊന്ന് കാണാം. ഇത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ബൂസ്റ്റർ ഇട്ട് വെച്ചു. പിന്നെ ഒലീഫും ഗ്രോ മാജിക്കും കൂടിയും ചെയ്തിട്ടുണ്ട്. അതായത് വാഴ കന്ന് വെച്ച ഉടനെ തന്നെ ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ വളർച്ച വ്യത്യാസം നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ടോ? നല്ല വളർച്ചയിലെത്തിയിട്ടുണ്ട് വാഴ. 4 മാസം എത്തിയിട്ടുള്ളൂ. 4 മാസം കൊണ്ട് തന്നെ വാഴ ഏകദേശം 3/4 ഭാഗം വളർച്ചയിലേക്ക് എത്തിയിട്ടുണ്ട് അല്ലേ? എങ്ങനെയുണ്ട് പ്രോഡക്റ്റിനെ പറ്റി? നമുക്ക് ശതമാനം വിശ്വസിക്കാവുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ജാതിക്കും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ റിസൾട്ട് ജാതിക്ക് എങ്ങനെയുണ്ട്? ജാതിക്ക് റിസൾട്ട് ആയി വരുന്നുള്ളൂ. ഓക്കെ. ഞാൻ ബെനിച്ചേട്ടൻ്റെ കോൺടാക്ട് നമ്പർ ഈ വീഡിയോയ്ക്കകത്ത് കൊടുക്കാം. കുഴപ്പമൊന്നുമില്ലല്ലോ, വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ സംസാരിക്കുന്നതിന്. ഓക്കെ. താങ്ക് യു. ഓക്കെ.